വളരെ സന്തോഷമായിരിക്കും കേട്ടോ. കാണാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെ മുന്നിലുണ്ട്. നമ്മളെ മനാഫിക്കാണ് കേട്ടോ. വളരെ വളരെ സന്തോഷമായി എനിക്ക്. കാണാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായി. അല്ലേ, മനാഫിക്കാനെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി എന്നറിയേ. അസ്സലാമു അലൈക്കും. ഇതൊരു സംഭവമാണ്. എല്ലാവർക്കും മൂവ്മെന്റ് കൊടുക്കാൻ കേട്ടോ. മനാഫിക്ക വളരെ സന്തോഷമുണ്ട്. ഈ സ്റ്റേജിൽ എത്തിപ്പെട്ടാനും ഇത് അറ്റൻഡ് ചെയ്യാനും വളരെ വളരെ സന്തോഷം. ഇതെല്ലാം മൊത്തം വൈറലാവണല്ലേ നമ്മളത്. അടിപൊളി, സൂപ്പർ. സാരം ഇവിടെ എടുക്കണല്ലോ. അവരൊക്കെ പോയിട്ട് വേണ്ടിട്ട് മനാഫ്ക്കാർ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. കൂടുതൽ പറഞ്ഞിട്ട് പെരുപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനും മനാഫ്ക്കാരന്റെ കൂടി 7 ദിവസത്തോളം മഴയും വെയിലും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയിട്ട് നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്റെ വീഡിയോസിലൂടെ മറ്റുള്ള വീഡിയോകൾക്ക് പകരം എന്നെ പൊക്കി പറയില്ല കേട്ടോ. മറ്റുള്ള വീഡിയോസ് എന്റെ വീഡിയോസിലൂടെ അവിടുത്തെ യഥാർത്ഥ ചിത്രങ്ങൾ കാണിക്കാൻ പറ്റി. അതിന്റെ ശേഷം മനാഫ്ഖാനെ കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മാലിക്കാൻ നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് കാണണമെന്ന്. കാരണം അന്ന് എന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ആരാമെന്ന് അറിയില്ലേനും സത്യത്തില്. നൗഫലുണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും പോന്നു. നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി. വയനാട് ദുരന്തം വന്നു. നമ്മള് കേരളം മൊത്തം മറിങ്ങലിച്ച് നിന്നപ്പോഴും ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ കമ്പരന്ന് നിന്ന സമയത്തും മനാഫ്ക്ക് അർജുനും വേണ്ടിയിട്ട് ആ ഗംഗാവലി പുഴയുടെ തീരത്ത് നിൽക്കുകയാണ്. പല സമയത്തും ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയൊക്കെ ആയിട്ട് ഇന്ന് എത്ര പേരെ നമുക്ക് കാണാതില്ല. നമുക്ക് ഗംഗാവലി 3 ആളും കൂടി ഉണ്ടല്ലേ, 3 കോടി 2 ആള്. ഒന്ന് ജഗന്നാഥന്റെ, അതെ നമുക്ക് അടുത്ത് പോകുന്നുണ്ട്. മാൽപ്പന്റെ മക്കളെ കാണാനൊക്കെ പോയിട്ട് പോകുന്നുണ്ട്. അപ്പോ പല എന്താ പറയാ പല കുറ്റാരോപണങ്ങൾ മറ്റു മത്സരമായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ അർജുന് വേണ്ടിയിട്ട് 73 ദിവസം മഴയും വെയിലും കൊണ്ട് പനിയും പിടിച്ച് അവിടെ നിന്നൊരു മനുഷ്യനാണ്. സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പിന്റെ, ഒരു ഡ്രൈവർ, ഒരു തൊഴിലാളിയുടെ വില എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊഴിലാളി മുതലാളി തമ്മിലുള്ള ബന്ധമൊക്കെ കൂട്ടുറപ്പിച്ച് തന്നിട്ടുള്ള, കാണിച്ചു തന്നിട്ടുള്ള സ്വന്തം മനാഫ്ക്ക് ഹാർദമായി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മനാഫ്ക. നമസ്കാരം. എന്റെ മുന്നിൽ ഞാനിപ്പോ അടുത്ത് തുടങ്ങിയാണ്. നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ അധ്വാനം, നിങ്ങൾ അധ്വാനം എന്താന്നുള്ളത് ഇപ്പോഴാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഒരു വീഡിയോ ഉണ്ടാക്കാനും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഔപചാരികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ച ആളുകളോട് നന്ദി. അതൊന്നും പറയണ്ടല്ലോ, ഡയറക്റ്റ് നമ്മൾ തന്നെ, വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾ ഈ നാടിന്റെ ഒരു കണ്ണാടിയാണ്. നാട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് എൻ്റെ മുന്നിലുള്ള എല്ലാവരും. ആ കാര്യത്തിൽ പരമാവധി സത്യസന്ധത നീതിയും പുലർത്തണമെന്ന് അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതിൽ ലെവലേശം ഒരു തരിമ്പ് മായം ചേർക്കലില്ലാതെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവർക്ക് എത്തിക്കുക. ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്.
ഈ കാലഘട്ടത്തിലെ താരങ്ങളാണ് എൻ്റെ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കണ്ടന്റുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഫുഡ് വ്ളോഗ് ആയിരിക്കും, ട്രാവൽ വ്ളോഗ് ആയിരിക്കും, പലതായിരിക്കും. പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സത്യസന്ധതയും ആ ഒരു ആത്മാർത്ഥതയും പുലർത്തണം. അതുപോലെ തന്നെ നാട്ടിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനെ ഒത്തൊരുമിപ്പിച്ച് ഒരു കൂട്ടായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ കഴിയണ വിഭാഗമാണ് നിങ്ങൾ. ആരെങ്കിലും ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പം നിങ്ങളെ കയ്യിലുള്ളത് വലിയൊരു ആയുധം. നിങ്ങളെ കയ്യിൽ പിടിച്ചു കൊടുക്കണ ഈ ഒരു സംഭവം അതിനെ നിങ്ങൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ നിങ്ങൾ ഫുഡ് വ്ളോഗ് ആയിരിക്കും, എന്നിരുന്നാലും മൊബൈൽ ഓണാക്കുക, നിങ്ങൾ പ്രതിഷേധം അറിയിക്കുക. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല ആളുകളും പറഞ്ഞു. അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകൾ. ഞാൻ അപ്പോഴൊക്കെ നോക്കുകയാണ്, ഇതിനെ തണുപ്പിക്കാൻ ആരുമില്ല, ഇതിന്റെ മുകളിലേക്ക് മണ്ണെണ്ണ കോരി വയ്ക്കാനേ ആൾക്കാരുള്ളൂ. നമ്മൾ നാട് അങ്ങനെ അയക്കുന്നത്. ആ സമയത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്യുക, ശക്തമായിട്ട് നിങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഈ നാടിനെ കീറി മുറിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നമ്മളെ സമൂഹത്തിലുണ്ട്. അവരെ നമുക്ക് എന്താക്കണം, നാണം കെടുത്തി പറഞ്ഞേക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണ ലഹരി. ഈ വിഷയങ്ങൾ ഏത് വലിയ ചാനലിലായിക്കോട്ടെ നിങ്ങൾ അത്ര കോണ്ടാക്ട് ഉണ്ടാവില്ല. ഇപ്പം ഉദാഹരണത്തിന് മാനുക്ക ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനുക്കാന്റെ ചുവട്ടിലെത്തും. അവിടെ ആ ബുള്ളറ്റും കൊണ്ടെത്തും. അത് എന്താന്ന് കഴിഞ്ഞാല് അതൊരു നെറ്റ്വർക്കാ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ ഒരുപാട് മുക്കും മൂലിയും എല്ലാം അറിയണതാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിന് വലിയൊരു ദോഷം ചെയ്യുന്ന വിപത്തായ ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പൊരുതാനും ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇതിന്റെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഇത് ഉപയോഗിക്കുന്ന ആളുകളെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാനും ഏറ്റവും കൂടുതൽ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. അവിടെ ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കണ്ടന്റ് വേറെ ആയിരിക്കും, പക്ഷെ നിങ്ങളെ കയ്യിൽ ആയുധം. ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയ ചാനൽ ആണെങ്കിൽ പോലും ആദ്യം മനസ്സിലാക്കേണ്ടത് 5000 കൂടെ ഉണ്ടല്ലോ. 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് വെറും 5000 വ്യൂസ് എല്ലാവരും ഉണ്ടാവുക, അത് മനസ്സിലാക്കിയാൽ മതി. 5000 സബ്സ്ക്രൈബേഴ്സ് ലക്ഷക്കണക്കിന് വ്യൂ പോകും. നിങ്ങളെ ആ ഈ ആയുധം നേരായ വഴിക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഈ സാധനങ്ങൾ, കയ്യിലുള്ള സാധനങ്ങൾ ഏറ്റവും വലിയ ആയുധമാണ്. അതിന്റെ അഭിപ്രായത്തിൽ AK-47 പിന്നോട്ട് ഇട്ടേണ്ടി വരും. അത്രയും വലിയ ആയുധങ്ങളെ കയ്യിലുണ്ട്. അത് എന്ന് ഓണാക്കി സത്യത്തിന്റെ നേരങ്ങൾ തിരിക്കണോ അന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് വന്ന ഒരാളാണ്, യൂട്യൂബറിനെക്കാട്ടി മുന്നേ പലതും ആണെങ്കിൽ കൂടിയിട്ട് നൗഫൽ, അതേമാതിരി തന്നെ മാനുക്കാക, അങ്ങനെ കുറെ ആൾക്കാരെ ചാനലുകൾ അധ്വാനിച്ചിരിക്കുന്നു. അതില് മാനുക്കാന്റെ ഒരു ബുള്ളറ്റ് പ്രേമം എനിക്ക് ഏറ്റവും കൂടുതൽ പാരായ ഒരു വിഷയം കൂടി ഉണ്ട്. അർജുന്റെ ഒരു ബുള്ളറ്റിന്റെ വീട്ടിലെ മുറ്റത്ത് നിർത്തിയിട്ടപ്പോ പൾസർ സ്കൂട്ടർ ആ വിവാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് കഴിഞ്ഞാല് ഞാൻ വലിയ നമുക്കൊരു മാതൃകയാക്കേണ്ട ആളാണ്. ഈ ചിരിച്ച് കളിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബർ ഒരു വിഷയം ഏറ്റെടുക്കേണ്ടതെന്നുള്ള മാനുക്കാന്റെ അടുത്ത് പഠിക്കേണ്ട വിഷയമുണ്ട്. നിങ്ങളെല്ലാവരും കുറെ കാര്യങ്ങൾ ഞാൻ മുന്നിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒരൊറ്റ കെട്ടായി നിൽക്കണം, ആരെയും തള്ളി പറയാതെ. യൂട്യൂബേഴ്സ് തന്നെ ഞാനൊരു യൂട്യൂബ് നോക്കുന്ന ആള് എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സംവാദങ്ങളായിരിക്കും കുറച്ചും കൂടി സമൂഹത്തിനും നമ്മളെ ഈ ഒരു കൂട്ടായ്മക്കൊക്കെ നല്ലത്. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക, ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക, സഹായിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്.
നമ്മളെ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. ചില ആളുകൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വീട് പോലും ഇല്ല, വളരെ പ്രയാസപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ഇതിൽ കണ്ട്. നമ്മൾ കൂട്ടിച്ചേർത്ത് പിടിക്കുക, നമ്മളാൽ കഴിക്കുന്നത് മാതിരി അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെയും ഈ നാടിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്കും അതിന്റെ ഒരു ഫീലിംഗ് കിട്ടും. അത് ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഒറ്റക്കാണ് ഒരു യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടിയാണ്, പക്ഷെ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖം, ആ യാത്ര നല്ല രസമുള്ള യാത്രയായിരിക്കും. അങ്ങനെയുള്ള ഒരു യാത്ര ആയി മാറ്റണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും. ആ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാവുക. ഇനി എന്തെങ്കിലും ഒരു യൂട്യൂബർ, ഇപ്പൊ ഞാനൊരു ഫുഡ് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ഫയറിങ് അങ്ങനത്തെ വിളിച്ചിട്ട് അപ്പൊ അറിയിച്ച് അതിനെന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് കയ്യൂലാറിന് നിങ്ങൾ മാറി നിൽക്കരുത്. ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ്, തൽക്കാലം കേരളത്തിൽ നിങ്ങൾ പോലെ ഒരു സമൂഹം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യത്തിൽ നീങ്ങാം. ഒരു അനീതി കണ്ടുകഴിഞ്ഞാൽ, ഞാൻ എടക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രസന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റപ്പില് പങ്കെടുക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അത്യാവശ്യം കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റപ്പ് ആണെന്ന് തോന്നിയപ്പോ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി. ഫസ്റ്റ് ടൈം ഇപ്പൊ ഫ്രീ ആണല്ലോ, വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ അങ്ങനെ പങ്കെടുക്കാന്ന് വിചാരിച്ച് വന്നപ്പോ വളരെ സന്തോഷമായി. ഒരുപാട് നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു. എസ്പെഷ്യലി നമ്മുടെ സെലിത്താനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുപോലെ മറ്റ് അഡ്മിൻ പാനലിലുള്ള മറ്റെല്ലാ മെമ്പേഴ്സും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ അഡ്മിൻ പാനലിനെ ഞാൻ അത്യധികം പ്രശംസിക്കുന്നു. ഇനിയും അവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ നന്നായിട്ട് പ്രോഗ്രാം സെറ്റാക്കാൻ സാധിക്കട്ടെ. അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇവിടെയുള്ള ഓരോ ഇൻഫ്ലുവൻസേഴ്സും, യൂട്യൂബേഴ്സ് ആയാലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയാലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു. സന്തോഷം. രണ്ടാളും കാണാൻ ആഗ്രഹിച്ചു. ഫോട്ടോ വേണമായിരുന്നോ? അതേപോലെ അല്ലാ ഫിറോസ്ക്കാരത് സോറി മനാഫ്ക സൂപ്പർ ആയിക്കോളല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ അടുത്തത് റീമ KP. റീമ ഉണ്ടോ? റീമയാണോ? മുന്നേ അതൊക്കെ ഒരു പാട്ട് എടുത്തരൂ.
ഇതല്ലേ ആ. ഒഴിക്കുമ്പോൾ ചാടട്ടോ അഞ്ച് ചാടും. ഹൈറു ഷാന തച്ചുമ്മ ഷാന ശരിക്കും മോളെ ഐശ്വര്യാണ്. സെമി കിച്ചൺ ഏലംകുളം സെമി കിച്ചൺ. റീമ കേപ്പി 2 മക്കള്. റീമ ആ എനിക്ക് പിന്നെ കണ്ണൂരിന്ന് ആൾറെഡി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആക്കി. ഇനി അടുത്ത സമ്മാനങ്ങൾ നമുക്ക് സെല്ലിൻ തേത്ത സലൂ കിച്ചൺ വളപുരം പ്രസാദർശു മുബഷിറ സി. മുബഷിറ ഉണ്ടോ? മുബഷിറ ഓക്കെ. നമ്മളെ ഗായകനാണല്ലോ അല്ലേ? കാലിക്കറ്റ് ഫുട്ബോൾ ഓക്കെ. ഫിറോസ് ഒഴുക്കിയുള്ളല്ലേ? ഇല്ല, ഞാൻ പണി തിരക്കിലാണ്. ഞാൻ പഠിക്കാം. ഫാത്തിയാസ് വേൾഡ് നൗഫൽ. അതാ വന്നു നൗഫൽ. ജാസ്മിൻ ആഷിഫ്. ഇല്ലോ ഇല്ല. ഈ അഫ്രീസാന്റെ കിട്ടിയില്ല. ജിൽവ ജാൻസൂർ. ഓക്കെ ആയിക്കോട്ടെ. ഡേ ബൈ ഡേ വിത്ത് അനൂപ്. ഓക്കെ. റസീന പി. സൗദത്ത് ആ ഡയലോഗ് അടിക്കി. വേറെ സൗദത്ത് കൽബാണ്. അഭിനി പ്രദീപ് ഫിൻഷ മറിയം.